വാവ് എന്ന് പറയാൻ തോന്നുന്നില്ലേ ഇത് കണ്ടിട്ട്? കഴിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെ പറയും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ സ്വീറ്റ് ബോൾസ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. എളുപ്പത്തിൽ തയ്യാറാക്കാം. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. തീ പോലും കത്തിക്കണ്ട, വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മളിത് ഉണ്ടാക്കി കഴിക്കാം. അത്ര ഈസിയാണ്. പാർട്ടികളിലും ഫംഗ്ഷൻസിനൊക്കെ ഇതുണ്ടാക്കി കേക്കിന്റെ ഒക്കെ കൂടെ ഡിസ്പ്ലേ ചെയ്ത് ഗസ്റ്റിനെ ഒക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വീറ്റ് ബോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1 കപ്പ് മിൽക്ക് പൗഡറാണ്. ഏത് മിൽക്ക് പൗഡർ ആയാലും കുഴപ്പമില്ല. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അതിൻ്റെ നടുവിലൊരു കുഴി ഉണ്ടാക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഒരു 6 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ ഒരുമിച്ച് ചേർക്കേണ്ട, കുറേശ്ശെ ചേർത്ത് നോക്കിയിട്ട് കുഴച്ച് എടുക്കാം. എടുക്കുന്ന മിൽക്ക് പൗഡറിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയ മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ അത് ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വൈറ്റ് കോമ്പൗണ്ടിനകത്തോട്ട് കുറച്ച് പാലൊഴിച്ച് അത് ഒന്ന് ചൂടാക്കി അത് നമ്മളൊരു ഗനാഷായിട്ട് എടുക്കാമല്ലോ. അത് നമുക്ക് ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഗനാഷ് തണുത്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒരുപാട് തിക്കായിട്ടുള്ളത് എടുക്കരുത്, പിന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഒരുപാട് ലൂസായിട്ട് കുഴച്ചെടുക്കരുത്. ചപ്പാത്തി മാവിനെ കഴിഞ്ഞും കുറച്ചും കൂടെ തിക്കാക്കിയിട്ട് കുഴച്ചെടുക്കണം. ഇനി ഒരുപാട് മുറുകിപ്പോയി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഴച്ചതിന് ശേഷവും കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് ലൂസാക്കി എടുക്കാം. കണ്ടോ, 7 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ മൊത്തം ഒഴിച്ചത്. കണ്ടത് അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഈ ഒരു കുഴിക്കുന്ന സമയത്ത് കണ്ടില്ല, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കുഴിഞ്ഞു പോകരുത്. നമുക്കിത് 5 ആയിട്ടങ്ങ് ഡിവൈഡ് ചെയ്ത് വെക്കാം. ഞാൻ ഒരു പോർഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഏത് കളറായാലും കുഴപ്പമില്ല, ലിക്വിഡ് കളറോ ജെൽ കളറോ ഏതായാലും കുഴപ്പമില്ല. ഞാൻ ചേർക്കുന്നത് ജെൽ കളറാണ്, റെഡ് കളറാണ് ചേർക്കുന്നത്. ഒറ്റ ഡ്രോപ്പ് ചേർത്താൽ മതി. അത് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി അടുത്തതിലേക്ക് ബ്ലൂ കളറാട്ടോ ചേർക്കുന്നത്. ഇനി കളർ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കളർ ചേർക്കണമെന്നില്ല കേട്ടോ. കളർ വരുമ്പോഴത്തേക്കൊരു ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്, അതുകൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ നമ്മൾ കളർ ചേർത്ത മിഠായിയൊക്കെ കഴിക്കാറുണ്ടല്ലോ. ഇനി താല്പര്യമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇഷ്ടമുള്ള കളേഴ്സ് എല്ലാം എടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഗ്രീനാണ് ചേർക്കുന്നത്. എല്ലാം ഓരോ ഡ്രോപ്പ് വെച്ചങ്ങ് ചേർത്താൽ മതി. അപ്പോൾ ഓരോന്നും കുഴച്ച് ഉരുട്ടി അങ്ങ് മാറ്റി വെക്കുകയാണ്. ഇത് ഇരിക്കും തോറും കുറച്ച് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ അടുത്ത് എടുക്കുന്ന സമയത്ത് കുറച്ച് തിക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് അങ്ങ് കുഴച്ചിരുന്നാൽ മതി. അടുത്തത് ഓറഞ്ച് കളറ്. ഓറഞ്ചിൻ്റെ അടുത്ത് ലിക്വിഡ് കളറാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതാ ചേർക്കുന്നത്. അത് ഒറ്റ ഡ്രോപ്പ് ചേർത്താൽ കളർ ഉണ്ടാവില്ല, ഒരു 2-3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കണം. 4 കളേഴ്സ് മാത്രം ചേർത്തിട്ടുണ്ട്. ഒന്ന് കളറില്ലാതെ അതിൻ്റെ അതേ കളറിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളയിൽ നിന്നും ഓരോ കൊച്ചു ഉരുളകളെടുത്ത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നമ്മൾ കൈ വെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഉരുട്ടുമ്പോഴത്തേക്ക് അങ്ങ് ഉരുണ്ട് വന്നോളും. നല്ലൊരു ഷൈനിങ് ഉണ്ടാവും നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോഴത്തേക്കും. വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് ഒരു കളർ ഉരുട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത കളറും ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഉരുട്ടിയൊക്കെ ഏകദേശം അത് കഴിയാറായപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മൾ ഇതിനകത്ത് സർപ്രൈസ് വെക്കണ്ടേ, അത് ഇനി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതല്ലെങ്കിൽ ഉരുട്ടുന്ന സമയത്ത് വെച്ചിരുന്നാലും മതി. അപ്പോൾ അതെല്ലാം ഉരുട്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സർപ്രൈസ്. ഇതാട്ടോ ഞാൻ സർപ്രൈസ് ആയിട്ട് ഇടുന്നത് ജെംസ്. ഇപ്പോൾ എന്ത് വേണേലും നമുക്ക് സർപ്രൈസ് ആയിട്ട് എൻ്റെ ഉള്ളിൽ വെക്കാം. ഡാർക്ക് കോമ്പൗണ്ട് ചെറിയ പീസാക്കിയിട്ട്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഡയറി മിൽക്കൊക്കെ കൊച്ചു കഷ്ണങ്ങളാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബദാമോ കാഷ്യൂനട്ടോ എന്ത് വേണേലും വെച്ച് കൊടുക്കാം. പക്ഷെ ഞാൻ വെക്കുന്നത് ജെംസാണ്. ജെംസ് കാണുമ്പോൾ നല്ല കളർഫുൾ അല്ലേ, അപ്പോൾ നമുക്ക് കളർ കോൺട്രാസ്റ്റ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും. കുട്ടികൾക്കും ഇഷ്ടമായിരിക്കുമല്ലോ ജെംസ്. കുട്ടികൾക്ക് മാത്രമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണെന്ന് തോന്നുന്നു ജെംസ്. ഓറഞ്ച് കളറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഗ്രീൻ ജെംസ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങ് അടച്ചൊന്ന് ഉരുട്ടിയെടുത്താൽ മതി, പെട്ടെന്ന് കഴിയും. ഇതാദ്യം ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഞാൻ മറന്നുപോയതുകൊണ്ടാണ്. റെഡിൽ ഞാൻ യെല്ലോ ജെംസ് വെച്ച് കൊടുക്കുകയാണ്. വൈറ്റിൽ ഞാൻ പിങ്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഇത് ചെയ്ത് വന്നപ്പോഴാണ് തോന്നിയത് ഇങ്ങനെ നമ്മൾ കുഴിക്കൊന്നും വേണ്ട, ഒരു കത്തി വെച്ചൊന്ന് കുത്തി അതിൻ്റെ ഉള്ളിലേക്ക് ജെംസ് ഇറക്കി വെച്ച് കൊടുത്താൽ മതിയെന്ന്. നമ്മൾ ഓരോന്ന് ചെയ്ത് വരുമ്പോഴാണല്ലോ ഇങ്ങനെ ചെയ്യാമെന്ന് തോന്നുക. ഉരുട്ടിയെടുക്കാനും എളുപ്പമാണ്. ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ അതാട്ടോ നല്ലത്. ഇത് ഒരു മീഡിയം സൈസാണ്, ഒരുപാട് വലുതെടുക്കണ്ട. അതിലേക്ക് നമ്മൾ ഗ്രീൻ ഉരുട്ടി വെച്ച് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. കാണാൻ ഒരു ഭംഗിയാട്ടോ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ പഞ്ചസാര ഇങ്ങനെ പറ്റിയിരിക്കുന്നത്, അല്ലാണ്ട് അത് മധുരത്തിന് വേണ്ടിയല്ല. ഒരു 6 ഗ്രീനുണ്ട്. അടുത്ത് റെഡ് ഇട്ട് കൊടുക്കുകയാണ്. 7 കേട്ടോ റെഡ് ഉരുട്ടി വന്നത്. എല്ലാം ഒന്ന് പഞ്ചസാരയിൽ കോട്ട് ചെയ്തെടുക്കാം. ഒരുമിച്ചങ്ങ് ഇട്ടിരുന്നാലും മതിയാകും, പിന്നെ അത് കാണിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഇടുന്നതേ ഉള്ളൂ. 7 ഓറഞ്ച് ഉണ്ട്, വൈറ്റും 7 ഉണ്ട്. അതുപോലെ ബ്ലൂവും ഇട്ട് കൊടുക്കാം. ബ്ലൂവും 7 തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തം 34 ബോൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുട്ടുന്ന ഉരുളയുടെ വലുപ്പത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്.
അടിപൊളിയാണ്. നമ്മൾ ക്യാമറയിൽ കാണുന്നതിലും ഭംഗി തോന്നുന്നുണ്ട് നേരിട്ട് കാണുമ്പോൾ. അടിപൊളി. എത്ര പെട്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ 10 മിനിറ്റ് പോലും ആയില്ല. ഇപ്പൊ കുട്ടികളൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരു 10 മിനിറ്റിന് മുമ്പ് തന്നെ നമുക്ക് ഈ പരിപാടിയൊക്കെ കഴിയും. ഇത് നമുക്ക് ഇപ്പം തന്നെ കഴിക്കാം കേട്ടോ. ഇപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം. കുറച്ച് ഹാർഡായിട്ടുള്ളതാണ് ഇഷ്ടമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം. ദിവസമൊക്കെ പുറത്ത് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം വരെയൊക്കെ ഇരുന്നോളൂ കേട്ടോ, ഒന്നും ആവാതെ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം റെഡ് തന്നെ എടുക്കുകയാണ് കേട്ടോ. ഒന്ന് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സർപ്രൈസ് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് മാത്രം ഈ ഒരു ബോൾ മാത്രമായിട്ട് ഉരുട്ടി വെച്ചിരുന്നാലും മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എങ്ങനെ ടേസ്റ്റ് ഇല്ലാതിരിക്കും? മിൽക്ക് പൗഡറും മിൽക്ക് മെയ്ഡും അല്ലേ? അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൻ്റെ ഉള്ളിലെ കുഞ്ഞ് സർപ്രൈസും കൂടി ആവുമ്പോൾ പിന്നെ ഇരട്ടി മധുരമാണ്. മധുരം അധികമൊന്നുമില്ല കേട്ടോ, ഒരു ലൈറ്റ് ആയിട്ടുള്ള മധുരം തന്നെയുള്ളൂ. പുറത്തുള്ള പഞ്ചസാരയൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. ആ ഒരു മധുരം അങ്ങനെ അറിയുന്നൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ കളർഫുൾ ബോൾസ്. അപ്പോൾ ഇതുപോലെ ആവട്ടെ അല്ലേ നമ്മുടെ എല്ലാവരുടെയും ജീവിതം 2023 നല്ല മധുരം നിറഞ്ഞ, നല്ല നിറങ്ങൾ നിറഞ്ഞ, നല്ല നിറയെ സർപ്രൈസുകളുള്ള ഒരു വർഷമായിട്ട് മാറട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒരുപാട് നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.